സംസ്ഥാനത്ത് കുടിവെള്ള പൈപ്പ് പൊട്ടുന്നത് സ്ഥിരം കാഴ്ചയാകുമ്പോഴും പരിഹാര നടപടികളെക്കുറിച്ച് ധാരണയില്ലാതെ സംസ്ഥാന ജല അതോറിറ്റി. നിലവിലുള്ള പൈപ്പുകളുടെ കാലാവധി സംബന്ധിച്ച കണക്കുകളും അതോറിറ്റിയുടെ പക്കലില്ലെന്ന് വിവരാവകാശ രേഖ ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാനത്ത് കുടിവെള്ള പൈപ്പ് ലൈനുകൾ പൊട്ടുന്നതും കുടിവെള്ള വിതരണം സ്തംഭിക്കുന്നതും തുടർക്കഥയാവുമ്പോഴും പൈപ്പുകളുടെ ഘടനയോ കാലാവധിയോ സംബന്ധിച്ച് ജല അതോറിറ്റിക്ക് യാതൊരു ധാരണയുമില്ലെന്ന് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. കുടിവെള്ള വിതരണത്തിനായി സ്ഥാപിച്ച പൈപ്പുകളിൽ കാലാവധി കഴിഞ്ഞവയുടെ എണ്ണം ആരാഞ്ഞപ്പോൾ അളവ് തിട്ടപ്പെടുത്തിയിട്ടില്ലെന്നായിരുന്നു അതോറിറ്റിയുടെ മറുപടി. കാലാവധി കഴിഞ്ഞ പൈപ്പുകൾ മാറ്റാൻ എസ്റ്റിമേറ്റ് പോലും തയ്യാറാക്കിയിട്ടില്ലെന്നും വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. നാഥനില്ലാത്ത അവസ്ഥ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇത്തരം കാര്യങ്ങളിൽ മുൻകൂട്ടിയിട്ട് ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഓക്സിജനും കുടിവെള്ളവും. അതിനാണ് ജീവജലം എന്ന് പറയുക. ഈ രണ്ടിൻ്റെയും ലഭ്യത ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാർ അങ്ങേയറ്റം പരാജയപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ശ്വാസം മുഴുവൻ വിഷപ്പുക നിറഞ്ഞതാണെന്നുള്ള കാര്യം ഒരു ഭാഗത്ത് നിലനിൽക്കുക, നമുക്ക് കുടിവെള്ളം കൃത്യമായിട്ട് നിലവിലെ സർക്കാർ എത്തിക്കുമോ എന്ന കാര്യത്തിൽ യാതൊരുവിധ ഉത്തരവാദിത്വവും അവരുടെ ഭാഗത്തില്ല എന്നാണ്. കുടിവെള്ള പൈപ്പ് അനുദിനം പൊട്ടിക്കൊണ്ടിരിക്കുന്നു. അത് കേരളത്തിലെ എത്ര കുടിവെള്ള പൈപ്പുകൾ എത്ര സമയം കൊണ്ട് മാറ്റണമെന്ന ഒരു നിയമം അല്ലെങ്കിൽ അതിന് ലിഖിതമായിട്ടുള്ള ഒരു നിയമം പോലും എഴുതി വെച്ചിട്ടില്ല എന്നാണ് വാട്ടർ അതോറിറ്റി നമ്മളോട് പറയുന്നത്. അതേസമയം സംസ്ഥാനത്ത് ഉപഭോക്താക്കളിൽ നിന്ന് ജല അതോറിറ്റിക്ക് പിരിഞ്ഞു കിട്ടാനുള്ളത് 4209.51 കോടി രൂപയാണ്. സാധാരണക്കാരിൽ നിന്ന് കണക്ഷൻ നൽകുമ്പോഴുള്ള ഡെപ്പോസിറ്റ് തുകയടക്കം ഈടാക്കുമ്പോഴാണ് വൻകിടക്കാരിൽ നിന്ന് കുടിശ്ശിക ഈടാക്കാൻ സർക്കാരിന് കഴിയാത്തത്. ഈ അനാസ്ഥയാണ് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വാട്ടർ അതോറിറ്റിയെ തള്ളിവിടുന്നതെന്നും ആരോപണമുണ്ട്. ജനം, കൊച്ചി.